നമ്മൾ നോക്കുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ സ്ട്രെസ് ആണ് ആദ്യം നോക്കുന്നത്. സ്ട്രെസ്സിന്റെ നോട്ട് ഇങ്ങനെയാണ്: ഇന്റേണൽ ഫോഴ്സ് ജനറേറ്റഡ് ഇൻ എ മെറ്റീരിയൽ എഗെയിൻസ്റ്റ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് അപ്ലൈഡ് ഫോഴ്സിന്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, എന്നുവെച്ചാൽ എതിരായിട്ട് മെറ്റീരിയലിനുള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതായത് നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ല സ്ട്രെസ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എതിർപ്പാണ്, ഒപ്പോസിങ് ഫോഴ്സ് ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് രണ്ട് സെയിം ആണ്, ബൈ ഏരിയയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന മെറ്റീരിയലിൽ വരുന്ന ഒപ്പോസിങ് ഫോഴ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ല, മെറ്റീരിയൽ റിട്ടേൺ എഗെയിൻസ്റ്റ് ആയിട്ട്, എതിരെ നമുക്ക് ഒപ്പോസിങ് ആയിട്ട് വരുന്ന ഫോഴ്സാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രോബ്ലം വഴി ചെയ്യാനുള്ളത്. മൊത്തത്തിൽ ടോട്ടൽ മെറ്റീരിയലിൽ ആ സ്ട്രെസ് അറിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയില, ഇപ്പം എക്സാമ്പിൾ മില്ലിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ എത്ര ന്യൂട്ടൺ ഉണ്ടെന്ന് അറിയണം, ഒരു മീറ്റർ സ്ക്വയറിലാണെങ്കിൽ എത്ര കിലോഗ്രാം എതിർപ്പ് മെറ്റീരിയൽ തിരിച്ച് നമുക്കെതിരെ പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളത്, അതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പല ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, അതാണ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഫസ്റ്റ് വൺ നോക്കുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഫോഴ്സ് ആക്ട് ഓൺ സെയിം, ഈ ഡയഗ്രം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇതൊരു മെറ്റീരിയൽ ആണ്, ഈ മെറ്റീരിയലിന് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ഈ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സെയിം ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് അപ്ലൈ ചെയ്യുന്ന അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെയും പോയിന്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിന് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ടൊരു ഫോഴ്സ് എഗെയിൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിനാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ കംപ്രസീവ് സ്ട്രെസ് ആണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനെ പുഷ് ചെയ്യാണ് രണ്ട് സൈഡും. ഇവിടെ രണ്ടും പുള്ളി ചെയ്യായിരുന്നു, മെറ്റീരിയലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിനെ പുള്ളി ചെയ്യാണ് ചെയ്യുന്നത്, വലിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാണ്, രണ്ട് സ്ഥലത്ത് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് തള്ളുകയാണ് അങ്ങോട്ട്. അതും സെയിം ആക്സിസിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതായത് ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്ന അതേ ആക്സിസിൻ്റെ പോയിന്റിൽ തന്നെ ആയിരിക്കണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പുഷ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് ആയിട്ട് വരുന്ന ഫോഴ്സിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുള്ളത്, ഫോഴ്സ് പുള്ളി ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പുള്ളി ചെയ്യുന്നത്. കാരണം ഈ പോർഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പക്ഷെ സെയിം ആക്സിസ് അല്ല. കാരണം ഇവിടെ അപ്ലൈ ചെയ്യുന്ന പുള്ളിങ് ഇവിടെ ഈ പൊസിഷനിൽ അപ്ലൈ ചെയ്യുന്ന അതേ ആക്സിസിലല്ല ഇവിടെ പുള്ളി ചെയ്യുന്നത്, അത് വ്യത്യാസമുണ്ട്. ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ ഇത് ജോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ റിവറ്റിലോ വെൽഡിങ് ചെയ്തിരിക്കുന്ന പോർഷനിലോ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന പോർഷനിലോ അവിടെയാണ് ആ മെറ്റീരിയലിന് സ്ട്രെസ് കൂടുതൽ ഫോം ചെയ്യുന്നത്. അപ്പം അതിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന് ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയും. അതായത് സെയിം ആക്സിസിലല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ളി ചെയ്യണ സമയത്ത് ആ മെറ്റീരിയല് റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ആ റെസിസ്റ്റൻസ് ഫോഴ്സാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുള്ളി ചെയ്യുമ്പോഴോ മെറ്റീരിയൽ പുഷ് ചെയ്യുമ്പോഴോ ഈ മെറ്റീരിയല് ഇലാസ്റ്റിക് ലിമിറ്റ് കഴിയുമ്പോൾ, അതായത് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് നോർമലായിട്ട് വരും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിന് റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് വരാൻ പറ്റാതെ ഇതിൻ്റെ ലെങ്ത് കൂടുകയോ ലെങ്ത് കുറയുകയോ ബെൻഡ് ആവുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ റെസിസ്റ്റ് ചെയ്യും ആദ്യം, പക്ഷെ മെറ്റീരിയൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നമ്മളുടെ ഫോഴ്സ് കൂടുമ്പോൾ മെറ്റീരിയലിൽ ഡിഫോർമേഷൻ വരും.
ആ ഒരു സിറ്റുവേഷനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിനിൻ്റെ ഫോമുല അറിയണമെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് മെറ്റീരിയൽ ടു ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അതായത് ഡയമെൻഷൻ ചേഞ്ച് ചെയ്തത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതാണ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണ്, ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അത് ഈ പിക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു മെറ്റീരിയലാണിത്. ഈ മെറ്റീരിയലിന് ബോത്ത് എൻഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ആക്സിസിൽ പുള്ള് ചെയ്യാണ്. പുള്ള് ചെയ്യുമ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ മെറ്റീരിയലിന് ലെങ്ത് കൂടി, ആ സ്ട്രെയിനിലേക്ക് എത്തിയത്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാളും മോർ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ഇവിടെ L1 എന്ന് എഴുതിയിട്ടുണ്ട്. ഡയമെൻഷൻ കൂടുമ്പോൾ L2 ആയി മാറും. അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത ഡയമെൻഷൻ L2 ആയി. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L2 മൈനസ് L1 ആണ്. കാരണം ലെങ്ത് കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ L2 മൈനസ് L1, ചേഞ്ച് ഇൻ ഡയമെൻഷൻ മൈനസ് ഒറിജിനൽ ഡയമെൻഷൻ. ഇതാണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഡെൽറ്റ എൽ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. നെക്സ്റ്റ് കംപ്രസീവ് സ്ട്രെയിൻ ആണ്. കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലിൻ്റെ ബോത്ത് എൻഡ് പുഷ് ചെയ്യാണ്, ഇന്നറിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോഴേക്കും ഈ മെറ്റീരിയലിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഫസ്റ്റ് കേസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡയമെൻഷൻ ഒറിജിനൽ ഡയമെൻഷൻ L1 ആയിരുന്നു, പക്ഷേ ആഫ്റ്റർ ഫോഴ്സ് അപ്ലൈയിങ് ഡയമെൻഷൻ L2 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ L1 മൈനസ് L2 ആണ്. L1 ആണ് ഇതിൽ മോറ്, L2 ആണ് ലെസ്. അതുകൊണ്ട് L1 മൈനസ് L2 ആണ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. നെക്സ്റ്റ് വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തമാണ്, വ്യാപ്തത്തിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ ചില സമയങ്ങളിൽ അതിൻ്റെ വോളിയത്തിൽ ചേഞ്ച് വരും. അത് ആ മെറ്റീരിയൽ കംപ്രസിബിൾ ആവുന്നതുകൊണ്ടാണ്. അതായത് അമർന്നു കൊടുക്കുന്ന മെറ്റീരിയൽ ആവുമ്പോഴേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ, വോളിയത്തിൽ ചേഞ്ച് വരുന്നത്. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ, കംപ്രസിബിൾ അല്ലാത്ത അമർന്നു കൊടുക്കാത്ത മെറ്റീരിയൽ ആണെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ ഫോം ചെയ്യില്ല. കംപ്രസിബിൾ മെറ്റീരിയലിൽ വോളിമെട്രിക് സ്ട്രെയിൻ ഫോം ചെയ്യും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുകയോ പുള്ള് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയമാണ്. ഇനി നെക്സ്റ്റ് ഷിയർ സ്ട്രെയിൻ ഉണ്ട്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് സെയിം ആക്സിസിലല്ല, അതായത് ലെഫ്റ്റിൽ അപ്ലൈ ചെയ്യുന്ന അതേ നേരെ അല്ല റൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത്, സെയിം ആക്സിസിൽ അല്ലെങ്കിൽ അത് ബെൻഡ് ചെയ്ത് പോകാനാണ് അതിന് ചാൻസ്. ആ ബെൻഡിങ്ങിന് ഒരു ആംഗിൾ ഉണ്ടാവും, ആ ആംഗിളാണ് ഫൈ എന്ന് പറയും. തീറ്റ അല്ലെങ്കിൽ ഫൈ എന്നാണ് അതിനെ പറയുന്നത്, ആ ബെൻഡ് ചെയ്യുന്ന ആംഗിള്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഷിയർ സ്ട്രെയിനിൽ ലെങ്ത് കൂടുകയോ ലെങ്ത് കുറയുകയോ അല്ല ചെയ്യുന്നത്, ബെൻഡാണ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിനിൻ്റെ ഫോർമുല ടാൻ ഫൈ ആണ്. അത് ആംഗിളിൻ്റെ ടാൻ വാല്യൂ ആണ് ഷിയർ സ്ട്രെയിന്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെൻഡിങ് ആണ്, ആംഗിൾ ഓഫ് ബെൻഡിങ് ആണ്. ഇതാണ് ഷിയർ സ്ട്രെയിൻ. നെക്സ്റ്റ് ഹൂക്സ് ലോ എന്ന് പറയും. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഒരു റിലേഷനാണ് പറയുന്നത്. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെറ്റീരിയലിൽ ഒപ്പോസ് ചെയ്യുന്ന എതിർക്കുന്ന ഫോഴ്സാണ്. പക്ഷെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് കൂട്ടിക്കൊടുത്താൽ മെറ്റീരിയൽ ഷേപ്പ് മാറുകയോ ലെങ്ത് കൂടുകയോ ഡിക്രീസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അതിനാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് വരുന്നതിനാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആ ലിമിറ്റാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇനി ആ ഒരു കേസിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയും. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും. ഒരേപോലെ കൂടണമെന്നില്ല. സ്ട്രെസ് കൂടുമ്പോൾ ചിലപ്പോൾ സ്ട്രെയിൻ
ഡബിളായിട്ട് കൂടും ചില മെറ്റീരിയലിൽ. അപ്പോൾ എപ്പോഴും സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ട്രെയിൻ ഡബിളായി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ചില മെറ്റീരിയലിൽ സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ ട്രിപ്പിളായി കൂടിക്കൊണ്ടിരിക്കും. അതായത് സ്ട്രെസ്സിനെ പ്രൊപ്പോർഷണലായിട്ട് സ്ട്രെസ് കൂടുന്ന സെയിം മെഷർമെന്റിലല്ല കൂടുന്നത്, പ്രൊപ്പോർഷണൽ മെഷർമെന്റിൽ സ്ട്രെസ് കൂടുന്നത് പോലെ തന്നെ സ്ട്രെയിനും കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്ട്രെസ് കുറഞ്ഞാൽ സ്ട്രെയിൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സാണ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ഈക്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം. ആ കോൺസ്റ്റന്റ് ആണ് യങ്സ് മോഡുലസ്. അതിന് ഇ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. യങ്സ് മോഡുലസ് എന്ന് പറയും, ഇ എന്ന് പറയുന്ന ലെറ്ററാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ നമ്മൾ ഈക്വലിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ഇ എന്ന് വരും. ആ ഒരു കോൺസ്റ്റന്റ് ആണ് യങ്സ് മോഡുലസ് എന്ന് പറയും. അത് ഇലാസ്റ്റിക് ലിമിറ്റിൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു യങ്സ് മോഡുലസ്. അതിനെ ഇ എന്ന് പറയുന്ന ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഫോഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയും. അതായത് ഫോഴ്സ് അതിന് താങ്ങാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു അത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഡൗൺ ആയി പോകും ആ ഒരു മെറ്റീരിയൽ. അങ്ങനെ ഒരു മെറ്റീരിയലിന് താങ്ങാവുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് അൾട്ടിമേറ്റ് ലോഡ്, മാക്സിമം ലോഡ്. അത് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ബ്രേക്ക് ആയി പോകും. അതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ബൈ ഏരിയയാണ്. ഇനി വർക്കിംഗ് സ്ട്രെസ് ഉണ്ട്. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജോ വല്ലതും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാവുന്ന ഒരു ലോഡുണ്ട്. ആ ലോഡിൽ ലോഡ് അപ്ലൈ ചെയ്ത് അൾട്ടിമേറ്റ് സ്ട്രെസ്സിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ ഒരിക്കലും ഒരു മെറ്റീരിയൽ വർക്കിംഗ് സ്ട്രെസ്സിൽ മാത്രമേ നമുക്കത് ലോഡ് അപ്ലൈ ചെയ്യാനോ ഓപ്പറേറ്റ് ചെയ്യാനോ വെയിറ്റ് കയറ്റാനോ പാടുള്ളൂ. അതാണ് സേഫ് സ്ട്രെസ്. സേഫ് സ്ട്രെസ്സിനേക്കാളും കൂടുതൽ, വർക്കിംഗ് സ്ട്രെസ്സിനേക്കാളും കൂടുതൽ സ്ട്രെസ് മെറ്റീരിയലിൽ വരും. പക്ഷേ അത് റിസ്ക് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിലേക്ക് ഒരിക്കലും ഒരു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ അതിനെ അഡ്വൈസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും കൺസ്ട്രക്ഷൻസ് നടത്തുന്നതും. റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ അഗെയിൻസ്റ്റ് മാക്സിമം സേഫ് ലോഡ്. അപ്പോൾ സേഫ് ആയിട്ട് അതിന് കൊടുക്കാവുന്ന ലോഡാണ് വർക്കിംഗ് സ്ട്രെസ്. സേഫ് ലോഡിനേക്കാളും കൂടുതൽ ലോഡ് കൊടുത്താൽ അത് അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ അത് താങ്ങും, അൾട്ടിമേറ്റ് ലോഡ് വരെ അത് താങ്ങും. പക്ഷെ അത് സേഫ് അല്ല. അപ്പോൾ അത് വർക്കിംഗ് സ്ട്രെസ് ആണ് നമ്മളെപ്പോഴും കാൽക്കുലേഷനിലും ശ്രദ്ധിക്കേണ്ട കാര്യം. വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു മാക്സിമം സേഫ് ലോഡ് ബൈ ഏരിയ ആണ്. എല്ലാത്തിനും ഡിനോമിനേറ്ററിൽ ഏരിയ വരുന്നതിന് കാരണം ഒരു മെറ്റീരിയലിൽ ടോട്ടൽ അല്ല നമ്മൾ എപ്പോഴും ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കുന്നത്, ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ, അതായത് മില്ലിമീറ്റർ സ്ക്വയർ ആവാം, സെന്റിമീറ്റർ സ്ക്വയർ ആവാം, മീറ്റർ സ്ക്വയർ ആവാം. അത്രയും ഏരിയയിൽ എത്ര കിലോഗ്രാം അല്ലെങ്കിൽ എത്ര ന്യൂട്ടൺ എതിർപ്പ് അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ സ്ട്രെസ് വെച്ചിട്ട് നോക്കുന്നത്. മൊത്തം ടോട്ടൽ ഏരിയയിലുള്ള കേസല്ല നോക്കുന്നത്, യൂണിറ്റ് ഏരിയയിലുള്ള കേസാണ് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാവേണ്ടത്. നെക്സ്റ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. അത് പല മെറ്റീരിയലും കൺസ്ട്രക്ട് ചെയ്യുന്നത് സേഫ് ലോഡിനേക്കാളും കൂട്ടിയിട്ടായിരിക്കും. അത് ചില മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സേഫ് ആയിട്ടുള്ളൊരു ലോഡ് ഉണ്ടാവും, സേഫ് മാക്സിമം ലോഡ് ഉണ്ടാവും. അതിനേക്കാൾ ഒരു 2 times കൂടുതൽ സ്ട്രോങ് ആയിട്ട് അത് കൺസ്ട്രക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 എന്ന് പറയും. ചില കേസുകളിൽ എങ്ങാനും ഓവർലോഡ് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ഡൗട്ട് വന്നാൽ ഒരു 3 ഇരട്ടി സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ കൺസ്ട്രക്ഷൻ നടത്തിയെന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 ആവും. പിന്നെ ഒരു ലോങ് ഇയേഴ്സ് യൂസ് ചെയ്യാനുള്ളൊരു കേസിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില ബ്രിഡ്ജിലൊക്കെ വെഹിക്കിൾസൊക്കെ മാക്സിമം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ കുറേ ഇയേഴ്സ് കഴിയുമ്പോൾ വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ചിലപ്പോൾ ഒരു 5 times ആവശ്യമുള്ളതിനേക്കാളും ഒരു 5 times മോർ സ്ട്രോങ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയെന്ന് വരും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 ആണ്. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ്, അതായത് അത് ബ്രേക്ക് ചെയ്യാവുന്ന സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അതായത് നോർമലായിട്ട് അതിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്ട്രെസ്, ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് മാക്സിമം ബൈ വർക്കിംഗ്.
അത് നല്ല കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അവർ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടുതലായിരിക്കും, 4 or 5 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ അത്ര നല്ല കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ഒക്കെ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ 1.5 ഒക്കെ ആയിരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസിൽ ഓവർലോഡ് വന്നാൽ പെട്ടെന്ന് ഒരു ബ്രേക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കമ്പനികൾ അത് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടിയിടുകയാണെങ്കിൽ അത് നല്ല കൺസ്ട്രക്ഷൻ എന്ന് നമ്മൾ പറയും. ഇനി ഓവറായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഫാക്ടർ സേഫ്റ്റി കൂട്ടിയിട്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം ഇല്ല, അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് അത് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് ആക്സിസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതല്ല ഷിയർ, അത് ഡയറക്ഷൻ കറക്റ്റ് ലെവലിലായിരിക്കില്ല, ആക്സിസ് മാറി വരുമ്പോൾ അത് ബെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ആക്സിസിൽ അല്ലാതെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ഫോം ചെയ്യും, അതാണ് ഷിയർ സ്ട്രെസ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെൻഡാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആംഗിളിൽ അത് ബെൻഡാവും. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ല മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസിനെ കെ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. റേഷ്യോ ഓഫ് വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ. അതായത് ചില ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്രസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുകയോ നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പരിധിവരെയും ആ ഒപ്പോസ് ചെയ്യും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതിന് മോർ ഫോഴ്സ് വരുമ്പോൾ ഈ കംപ്രഷനോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ വരും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് റിട്ടേൺ വരുന്ന ഫോഴ്സാണ് വോളിമെട്രിക് സ്ട്രെസ്. എന്നാൽ ഡിഫോർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ സ്ട്രെയിൻ ഫോം ചെയ്യും, ഷേപ്പ് ബെൻഡാവും, വോളിയം റെഡ്യൂസ് ചെയ്യും, അതാണ് വോളിമെട്രിക് സ്ട്രെയിൻ. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിമെട്രിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. അതിൻ്റെ ലെറ്റർ നമ്മൾ കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പോയിസൺസ് റേഷ്യോ ആണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ടൈം ആണ്. റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെറ്റീരിയൽ നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ ലെങ്ത് കൂടും. പക്ഷെ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനായിട്ടുള്ള വണ്ണം കുറയും, അല്ലെങ്കിൽ ലെങ്തോ ബ്രെഡ്ത്തോ കുറയും, ഡയമീറ്റർ കുറയും. നേരെ മറിച്ച് കംപ്രഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം മെറ്റീരിയലിൻ്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യും, പക്ഷെ അപ്പോൾ മെറ്റീരിയലിന് നമുക്ക് റൗണ്ടിൽ ഡയമീറ്റർ കൂടും, വണ്ണം കൂടും. അതായത് ലീനിയർ ആയിട്ടുള്ള ഡയമെൻഷൻ മാത്രമല്ല വ്യത്യാസം വരുന്നത്, ലീനിയർ ഡയമെൻഷൻ വേരിയേഷൻ വരുമ്പോൾ ലാറ്ററൽ വണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് ഇതിനൊക്കെ ഡയമെൻഷൻ വ്യത്യാസം വരും. അപ്പോൾ അവർ തമ്മിലുള്ള വേരിയേഷനാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വശങ്ങളിൽ സംഭവിക്കുന്ന വ്യത്യാസം, ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നീളത്തിൽ സംഭവിക്കുന്ന വേരിയേഷൻ, ഡയമെൻഷണൽ വ്യത്യാസം. ഇവർ തമ്മിലുള്ള വേരിയേഷനെയാണ്, റേഷ്യോനെയാണ് പറയുന്നത് പോയിസൺസ് റേഷ്യോ. അതിന് ഈ സിമ്പിളാണ് ഉപയോഗിച്ച്, ഇത് മൈക്രോ എന്ന് പറഞ്ഞൊരു സിമ്പിൾ, മ്യൂ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1/m എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ടേംസ് പഠിച്ചു. പഠിച്ചു, യങ്സ് മോഡുലസ്, അതായത് സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. പിന്നെ എൻ പഠിച്ചു, മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എൻ, ബെൻഡ് വരുന്നത്. ബൾക്ക് മോഡുലസ് പഠിച്ചു, കെ, അതായത് വോളിയത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് കെ, ബൾക്ക് മോഡുലസ്. ഈ പോയിസൺസ് റേഷ്യോ നമ്മളിപ്പോൾ നോക്കി, അതായത് ലാറ്ററൽ സ്ട്രെയിൻ നീളത്തിൽ സംഭവിക്കുന്നതും വണ്ണത്തിൽ സംഭവിക്കുന്നതും തമ്മിലുള്ള ആ വേരിയേഷൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഫോമുലയാണ് ഇവിടെ കിടക്കുന്നത്. ഇവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്ത ഒരു ഫോമുലയാണ് യങ്സ് മോഡുലസ് = 2 ഇൻറ്റു മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് 1 + 1/m എന്ന് പറഞ്ഞ പോയിസൺ റേഷ്യോ = 3 ഇൻറ്റു ബൾക്ക് മോഡുലസ്, വോളിയത്തിന് സംഭവിക്കുന്ന റേഷ്യോ, ഇൻറ്റു 1 - 2/m. 2/m എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പോയിസൺ റേഷ്യോ. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ പറ്റണം, അതിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഗ്രാഫ് ഫോമിൽ തരുന്നതാണ്. ഈ ഗ്രാഫ് ഫോം എപ്പോഴും ഒരു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് കിടക്കുന്നതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് കിടക്കുന്നതാണ്
വൈ ആക്സിസ്, അത് കുത്തനെ ലംബമായിട്ട് കിടക്കുന്നതാണ് വൈ ആക്സിസ്. സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഒപ്പോസ് ചെയ്യുന്നത്, എതിർപ്പ് വരുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ലെങ്ത് വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബെൻഡ് വരുന്നത്, ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവിടം വരെയും 0 to A ആണ്. 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. ഇവിടം വരെയും ഇലാസ്റ്റിക് ലിമിറ്റിലാണെന്ന് പറയും. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇത് സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ ഒപ്പോസ് ചെയ്യാണ്. പക്ഷേ സ്ട്രെയിൻ വളരെ ലെസ്സായിട്ടാണ് സ്ട്രെയിൻ ഫോം ചെയ്യുന്നത്. ഡയമെൻഷനിൽ വേരിയേഷൻ വരാൻ തുടങ്ങും. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച്, സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്മോൾ എമൗണ്ടിൽ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇവിടെ വരുന്നത്. ഇനി സ്ട്രെസ് മോർ ആയി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിവിടെ പറഞ്ഞിട്ടുണ്ട് 0 to A ഇലാസ്റ്റിക് ലിമിറ്റാണ്. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെറ്റീരിയൽ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് എത്തും. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ലെങ്ത്ത് സ്മോൾ വേരിയേഷൻ കാണിക്കും, പക്ഷെ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ ഒറിജിനൽ ലെങ്ത്തിലേക്ക് റിട്ടേൺ വരും. സ്ട്രെസ് കൂടിക്കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ വരും. നേരെ മറിച്ച് ഈ ലിമിറ്റ് കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞ് A to B പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് ഇൻക്രീസ് ആവും. പിന്നെ റിട്ടേൺ ഒരിക്കലും പഴയ പൊസിഷനിലേക്ക് വരില്ല. അത് പ്ലാസ്റ്റിക് സ്റ്റേജ് ആണ്. അത് ഇവിടെ നിന്ന് ബെൻഡ്, പിന്നെ അതിന് എക്സ്ട്രാ സ്ട്രെസ് മുകളിലോട്ട് കൊടുത്തില്ലെങ്കിൽ പോലും, അതായത് ഒരു മെറ്റീരിയൽ സ്ട്രെസ് ഫോം ചെയ്തില്ലെങ്കിൽ പോലും, എതിർപ്പ് വന്നില്ലെങ്കിൽ പോലും, ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ലെങ്ത്ത് കൂടാൻ തുടങ്ങും. കാരണം അതിൻ്റെ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നത് പെട്ടെന്ന് ഫീൽ ചെയ്യത്തക്ക രീതിയിലായിരിക്കും. ആ ഡയമെൻഷനാണ് A to B എന്ന് പറയുന്ന ഒരു പോർഷൻ കാണിക്കുന്നത്. പെട്ടെന്ന് സ്ട്രെയിൻ കൂടി, അവിടെ ലെങ്ത്ത് കൂടി, അതാണ് B വരെ പ്ലാസ്റ്റിക് സ്റ്റേജ് ആണ്. ഇവിടെ Cയിലെത്തുമ്പോൾ ഒരു കാര്യം നമുക്കറിയാൻ പറ്റും, പിന്നീട് നമ്മൾ സ്ട്രെസ് കൂട്ടുകയാണെങ്കിൽ, സ്ട്രെസ് കൂട്ടിയില്ലെങ്കിൽ, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽ നമ്മൾ എതിർക്കില്ല. അപ്പോൾ ഈ ഒരു കുറച്ച് ലെങ്ത്ത് കൂടിയ ഒരു പൊസിഷനിൽ ആ മെറ്റീരിയൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും മെറ്റീരിയലിന് ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, അപ്പോൾ എന്തോ ഒരു ഡാമേജ് അതിന് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ മെറ്റീരിയൽ സേഫാണ്, ബ്രേക്ക് ആവുന്നൊന്നുമില്ല. പക്ഷെ പിന്നീട് സ്ട്രെസ് കൂടാൻ കാരണം നമ്മൾ വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മെറ്റീരിയൽ വീണ്ടും സ്ട്രെസ്സിലേക്ക് വരും, അത് എതിർക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് കൂടി ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആവും. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇനി ആ മെറ്റീരിയലിൽ സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അത് ബ്രേക്ക് ആവും. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പോയിന്റ് C എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇത്രയും ഫോഴ്സ് കൂട്ടുമ്പോൾ അത് മെറ്റീരിയൽ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് സ്ട്രെസ്സായിട്ട് വരും. അപ്പോൾ ഈ Cയിലെത്തുമ്പോൾ മാക്സിമം അൾട്ടിമേറ്റ് സ്ട്രെസ് ഫോം ചെയ്യും. പിന്നീട് അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ നമുക്ക് കൺട്രോൾ വിട്ടുപോകും. മെറ്റീരിയൽ തന്നെ അതിൻ്റെ ലെങ്ത്ത് സ്ട്രെയിൻ കൂടുന്നുണ്ട്, ലെങ്ത്ത് കൂടി ഈ പോയിന്റ് എത്തുമ്പോൾ തന്നെ ആ മെറ്റീരിയൽ ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഒരിക്കലും നമ്മൾ C എന്ന് പറയുന്ന പോയിന്റിൽ മെറ്റീരിയൽ എത്തിക്കാൻ പാടില്ല. കാരണം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് നമുക്ക് വിട്ടുപോയി, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് അത് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും തന്നെ അത് പോയി ഡയമെൻഷൻ കൂടി അത് പെട്ടെന്ന് ബ്രേക്ക് ആവും. അപ്പോൾ ഈ A വരെയുള്ള പൊസിഷൻ മാത്രമേ സേഫ് ആയിട്ടുള്ള പൊസിഷനുള്ളൂ. കാരണം ആ പൊസിഷനിൽ ലെങ്ത് ഇത്തിരി കൂടിയാലും ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ റിട്ടേൺ പഴയ പൊസിഷനിലേക്ക് വരും. അപ്പോൾ D എന്ന് പറയുന്നത് ബ്രേക്കിംഗ് സ്ട്രെസ് ആണ്. ആ സമയത്ത് ബ്രേക്ക് ചെയ്യും, ആ മെറ്റീരിയൽ ബ്രേക്കിംഗ് ആയി മാറും.